ഇന്ത്യയും പാകിസ്ഥാനായിട്ടുള്ളൊരു യുദ്ധം ഇന്ത്യയുടെ ഇപ്പുറത്തെ സൈഡ് നടക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇപ്പുറത്തെ സൈഡ് എന്താണ് നടക്കണതെന്ന് വെച്ചാൽ, ഇപ്പോൾ യുദ്ധത്തിൻ്റെ ഒരു കാലാവസ്ഥ അങ്ങനെ ഇരിക്കുകയാണ്. ഈ പാകിസ്ഥാനും ചൈനയും ബംഗ്ലാദേശും കൂടെ ഒരു ചെറിയൊരു എയർബേസ് നമ്മുടെ ചിക്കൻ സ്നഗ് എന്ന് പറയുന്നൊരു സ്ഥലമുണ്ട്, ബോർഡറുണ്ട്. അത് മൊത്തത്തിൽ ഈസ്റ്റിലോട്ടാണ്, നോർത്ത് ഈസ്റ്റിലോട്ടാണ്. അവിടുത്തെ നമ്മൾ 7 ബ്യൂട്ടി സ്റ്റേറ്റിൻ്റെയൊക്കെ അവിടെയായിട്ട് ഇവർ പ്രത്യേക ഒരു 3 പേരും കൂടെ ചേർന്നൊരു എയർബേസ് ഉണ്ടാക്കണം. ഇതിൻ്റെയൊക്കെ അർത്ഥം എന്താണ് എന്നിങ്ങനെ അന്വേഷിച്ച് വരുമ്പോൾ വേറെയും കുറച്ച് കാര്യം അറിയാൻ പറ്റുന്നുണ്ട്. അതായത് ഇതാ ഇന്ത്യയെങ്കിൽ ഇപ്പുറത്ത് പാകിസ്ഥാൻ, അവിടെ നിന്ന് 4 സ്റ്റേറ്റുമായിട്ട് ബോർഡർ ഷെയർ ചെയ്തുകൊണ്ട് അവിടെ യുദ്ധം. അവിടെ പഞ്ചാബ്, രാജസ്ഥാൻ, കാശ്മീർ, ഗുജറാത്ത്. ഇപ്പുറത്ത് ചൈന, ബംഗ്ലാദേശ്, പാകിസ്ഥാനും കൂടെ ചേർന്ന് അവിടെ ഒരു എയർബേസ് പ്രത്യേകം ഉണ്ടാക്കണം. ഇപ്പം നമ്മുടെ ചൈന ഉണ്ടല്ലോ, ചൈന. അപ്പോൾ ചൈന പറഞ്ഞു വരുന്നത് നമ്മുടെ ഇവിടെ അരുണാചൽ പ്രദേശുണ്ട്. അരുണാചൽ പ്രദേശ് അവരുടേതാണെന്ന്, അവിടെയുള്ള മൗണ്ടൻസ്, റിവേഴ്സ്, സിറ്റി, ഇതിനൊക്കെ ചൈന അവരെ ഇഷ്ടത്തിന് അങ്ങ് പേര് മാറ്റുകയാണ്. ഇത് നമുക്ക് ഉള്ള സ്ഥലമാണ്, ഇത് നമുക്ക് അവർ പേര് മാറ്റുമെന്ന് പറഞ്ഞാൽ അവരങ്ങ് ചെയ്യും. ഇതൊക്കെ ആരെടുത്ത് ചോദിച്ചിട്ട് അപ്പോൾ ഇത് കുത്തിത്തിരിപ്പെന്ന് പറയും. അതായത് ഇങ്ങനൊരു സാഹചര്യത്തിൽ തന്നെ ഇങ്ങനെയും ആക്രമിച്ചു കഴിഞ്ഞാൽ നമ്മൾ മാനസികമായിട്ട് തളരരുത്. അപ്പുറം ഇപ്പുറം എന്നൊക്കെ അറ്റാക്ക് രണ്ടും കൂടി എല്ലാവരും കൂടെ ഭയങ്കര പ്ലാനിങ് ആണ് ഇന്ത്യക്കെതിരെ നടത്തുന്നത്. അപ്പോൾ ഈ അരുണാചൽ പ്രദേശ് ചൈനയുടേതാണെന്നുള്ള വാദം ഇപ്പം തൊട്ടല്ല, കുറച്ച് കാലം തൊട്ട് ഉണ്ട്. അവരിങ്ങനെ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇന്ത്യ ഇത് ഇവരിങ്ങനെ മൗണ്ടൻസിന്, റിവേഴ്സിനൊക്കെ ഇവർ തന്നെ അങ്ങ് പേരൊക്കെ മാറ്റണം ഇന്ത്യയിലുള്ള സ്റ്റേറ്റിൽ. അപ്പോൾ ഇന്ത്യ ഇപ്പോൾ ഇതിനെതിരെ പ്രതികരിച്ചു തുടങ്ങി. അപ്പോൾ പറഞ്ഞു വരുന്നത് ചൈനയുടെ ചതി തന്ത്രങ്ങൾ പ്രയോഗിച്ചു തുടങ്ങി. സോ ചൈനയ്ക്ക് എന്തോ വലുത് വരാതിരിക്കണ്, അതതിന് ഇന്ത്യക്കാണ് എന്തോ വലുത് വരാതിരിക്കണമെന്ന് അറിഞ്ഞൂടാ. എന്തായാലും ഈ ചതിയന്മാരെ നമ്മളൊന്ന് സൂക്ഷിക്കണം. എന്തായാലും ഇതിന് ബാക്കി അപ്ഡേറ്റ്സൊക്കെ എന്ത് അപ്ഡേറ്റ്സ് വന്നാലും ഞാൻ അപ്പം അറിയിക്കുന്നതായിരിക്കും. അപ്പോൾ കൂടുതൽ ഇന്ത്യ യുദ്ധം ഇതിനായിട്ടുള്ള വിവരങ്ങളൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക, ബെല്ലൈക്കണും കൊടുക്കുക. അപ്പോൾ നമുക്ക് നോട്ടിഫിക്കേഷൻ വരുന്നത് അപ്പം തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും. പിന്നെ കൂടുതൽ ഇന്ത്യയായിട്ട് ബന്ധപ്പെട്ട വിവരങ്ങൾക്ക് അറിയണമെങ്കിൽ ഉറപ്പായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.